ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന കടുത്ത പീഡനങ്ങളെയും നീതി നിഷേധത്തെയും കുറിച്ച് റഹീം എംപിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ബജ്രംഗ് ദൾ ക്രിമിനലുകൾ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയും അവരുടെ ഇന്ത്യൻ പൗരത്വം ചോദ്യം ചെയ്യുകയും ചെയ്തതായി റഹീം പറഞ്ഞു. നീയൊക്കെ വിദേശത്തു നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ദയവ് കൊണ്ട് ഇവിടെ ജീവിച്ചിട്ടും ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും ഞങ്ങളുടെ മതത്തിനെതിരെയും പ്രവർത്തിക്കുന്നു. ഇന്ന് സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ വാക്കുകൾ പറയുമ്പോൾ കന്യാസ്ത്രീകൾക്ക് വാക്കുകൾ മുറിഞ്ഞെന്നും കണ്ണുകൾ നിറഞ്ഞെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് 19 വയസ്സുകാരനായ ആദിവാസി യുവാവ് സുഖ്മയ് മണ്ഡവിയെ ബജ്രംഗ് ദൾ ക്രിമിനൽ സംഘം ക്രൂരമായി മർദ്ദിച്ചെന്നും 2 പെൺകുട്ടികൾക്കും മർദ്ദനം കിട്ടിയപ്പോഴും പോലീസ് നിസ്സംഗരായി നിന്നെന്നും റഹീം ആരോപിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് പറയുന്ന BJP മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിയമപാലകരുടെ മുന്നിൽ ഗുണ്ടായിസം അരങ്ങേറിയതിൽ അദ്ദേഹം അത്ഭുതവും പ്രകടിപ്പിച്ചു.